everyone, welcome back to yet another and beautiful session with English Ladder. English അറിയാത്ത ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രം നിങ്ങൾ ലൈബ്രറിയിൽ പോവാതിരിക്കാറുണ്ടോ? Because you don't know how to ask for books. അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് പലർക്കും ഉണ്ടാവില്ലേ? അതില്ലാണ്ടിരിക്കാനാണ് ഈ ഒരു സെഷൻ ട്ടോ. Because I'm going to teach you how to talk to a librarian or to ask certain questions at a library. Okay? So let's get started. നമ്മൾ ആദ്യം പോകുമ്പോൾ എന്താ ചെയ്യുക? ഇവിടെ എങ്ങനെയാണ് ബുക്ക് എടുക്കേണ്ടത്, അതിനുള്ള പ്രൊസീജിയർ എന്താ എന്നൊക്കെ ചോദിക്കണില്ലേ? അതെങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? സോ കെൻ ഐ ടേക്ക് സം ബുക്സ് ഫ്രം ഹിയർ? ഹൗ ഡു ഐ ടേക്ക് എ ബുക്ക് എന്ന് ചോദിക്കില്ലേ? അപ്പോൾ ലൈബ്രറി നമ്മളോട് പറയാണ്, നിങ്ങൾക്ക് കാർഡ് ഉണ്ടോ എന്ന് ചോദിക്കും. ഡു യു ഹാവ് എ കാർഡ്? നമ്മൾ പറയും കാർഡ് ഉണ്ടെങ്കിൽ യെസ് ഐ ഡു എന്ന് പറയും. കാർഡില്ലെങ്കിലോ? കാർഡില്ല, എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് ചോദിക്കും അല്ലേ? അല്ലെങ്കിൽ എങ്ങനെയാണ് കിട്ടുക എന്ന് ചോദിക്കില്ലേ? അതെങ്ങനെ ചോദിക്കും? ഐ ഡോണ്ട് ഹാവ് എ കാർഡ്, how do I take one? How do I take one? എന്ന് ചോദിക്കില്ലേ? അപ്പോൾ നമ്മളോട് പറയാണ്, ഒരു ആപ്ലിക്കേഷൻ ഫിൽ ചെയ്ത് തന്നു കഴിഞ്ഞാൽ കാർഡ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കാർഡ് കയ്യിൽ കിട്ടിയെന്നിരിക്കട്ടെ. ഇനി അടുത്തത് എന്താ ചെയ്യാൻ പോണേ? യു നീഡ് ടു ടേക്ക് ബുക്ക്. അപ്പോൾ നമ്മൾ ചോദിക്കില്ലേ, നമ്മുടെ കയ്യിൽ തന്നെ ഒരു ബുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റെഫറൻസ് ആയിട്ടാണ് ചോദിക്കുള്ളൂ. ഈ ബുക്ക് അവിടെ ഉണ്ടോ എന്ന് ചോദിക്കും. സോ ഹൗ ഡു യു ആസ്ക് ദിസ്? കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ ഫൈൻഡ് ദിസ് ബുക്ക് എന്ന് ചോദിച്ച് നമ്മൾ കാണിച്ചു കൊടുക്കും അല്ലേ? ഈ ബുക്ക് എവിടെ ഉണ്ടെന്ന് ഒന്ന് പറയോ, ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അതല്ലെങ്കിൽ നമ്മൾ ചോദിക്കും, വേ ക്യാൻ ഐ ഫൈൻഡ് ദിസ് ബുക്ക്? ഈ കാണിക്കുന്ന ബുക്ക് അത് എവിടെയാണ് കാണുക, എവിടെയാണ് ഇവിടെ ഉണ്ടാവുക എന്ന് ചോദിക്കും. അപ്പോൾ അവർ സെക്ഷൻ നമുക്ക് പറഞ്ഞു തരും. വി ജസ്റ്റ് ഗോ ദെയർ അല്ലേ? ബുക്ക് കാണിച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചോദിക്കുകയാണ്, നമുക്ക് അടുത്ത സംശയം എന്താ? എത്ര ബുക്സ് എടുക്കാം അല്ലേ? സോ ഹൗ മെനി ബുക്സ് ആം ഐ അലൗഡ് ടു ചെക്ക് ഔട്ട്? അതായത് എനിക്ക് എത്ര ബുക്സ് എടുത്തുകൊണ്ട് പോവാം എന്നുള്ളതാണ്. ഹൗ മെനി ബുക്സ് ആം ഐ അലൗഡ് ടു ചെക്ക് ഔട്ട് എന്ന് ചോദിക്കണം. അപ്പോൾ അവരുടെ ലിമിറ്റ് പറയും. ചിലവിടെ 3 ആയിരിക്കാം, 5 ആയിരിക്കാം, 10 വരെയുള്ള ലൈബ്രറീസും നമുക്കുണ്ട്. സോ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എടുക്കാം. ഓക്കെ? അപ്പോൾ നമ്മൾ റെഫറൻസിൽ കൊടുത്ത ആ ബുക്ക് അവിടെ ഇല്ല എന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ചോദിക്കില്ലേ, അല്ല ഇപ്പം ഈ ബുക്ക് ഇവിടെ ഇപ്പം കാണണില്ലല്ലോ, അത് ഞാൻ സെക്ഷനിലൊക്കെ പോയി അന്വേഷിച്ചു, എനിക്ക് ആ ബുക്ക് കണ്ടുപിടിക്കാൻ പറ്റണില്ല. അത് നമ്മളെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ കാൺട്ട് ഫൈൻഡ് ദിസ് ബുക്ക്. ഐ കാൺട്ട് ഫൈൻഡ് ദിസ് ബുക്ക് എന്ന് പറയില്ലേ? അപ്പോൾ അവർ ചിലപ്പോൾ പറയും അവിടെ ഉണ്ടാവണം, ഇല്ലെങ്കിൽ somebody might have taken it. somebody might have taken it എന്ന് അവർ പറയണം. അത് ആരോ എടുത്തിട്ട് പോയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഇവിടെ കാണാത്തതെന്ന് പറയും. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇതിന് വേറെ കോപ്പി ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മളെങ്ങനെയാണ് ചോദിക്കുന്നത്? ഡു യു ഹാവ് another copy of this book? ഡു യു ഹാവ് another copy of this book എന്ന് ചോദിക്കില്ലേ? ചിലപ്പോൾ പറയും ഇല്ല, ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയും അല്ലേ? അപ്പോൾ നമ്മളെന്ത് പറയും? ഈ ബുക്ക് വരികയാണെങ്കിൽ ഒന്ന് എടുത്തു വയ്ക്കണേ എന്ന് വയ്ക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ എടുത്തു വയ്ക്കുമോ എന്ന് ചോദിക്കുക. കുഡ് യു പ്ലീസ് റിസർവ് ദിസ് ഫോർ മീ? കുഡ് യു പ്ലീസ് റിസർവ് ദിസ് ഫോർ മീ എന്ന് ചോദിക്കും അല്ലേ? അപ്പോൾ അതല്ല, നമുക്ക് വേറെ ചോദിക്കണം, ഇതിൻ്റെ വേറെ കോപ്പി വരാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ നമ്മളെങ്ങനെയാണ് ചോദിക്കാതെ? ആർ യു പ്ലാനിങ് ടു ഗെറ്റ് another copy of this book anytime soon? അടുത്തെങ്ങാനും കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയും മേ ബി നെക്സ്റ്റ് വീക്ക്. അപ്പോഴാണ് നമ്മൾ പറയുക കേട്ടോ, കുഡ് യു പ്ലീസ് റിസർവ് ദാറ്റ് ഫോർ മീ എന്ന് ചോദിക്കും. ഒന്ന് എടുത്തു വയ്ക്കോ എന്ന് ചോദിക്കില്ലേ? അപ്പോൾ നമ്മൾ ബുക്ക് എടുക്കുന്ന പ്രോസസ്സ് കഴിഞ്ഞു. അതിന് ബുക്ക് സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ചെക്ക് ഔട്ട് ചെയ്യണം. അത് നമ്മളെങ്ങനെയാണ് പറയുക? ഐ എം റെഡി ടു ചെക്ക് ഔട്ട് ദീസ് ബുക്സ്, ഓർ കുഡ് യു പ്ലീസ് ചെക്ക് ഔട്ട് ദീസ് ബുക്സ് ഫോർ മീ? ഈ ബുക്സാണ് എനിക്ക് ചെക്ക് ഔട്ട് ചെയ്യേണ്ടത് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ബുക്ക് എടുക്കേണ്ട ഒരു പ്രോസസ്സ് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തതാണ് റിട്ടേൺ ചെയ്യാൻ വരുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത്. നമ്മൾ നോർമലി പറയുന്നത് എങ്ങനെയാണ്? ഐ വുഡ് ലൈക്ക് ടു റിട്ടേൺ ദിസ് ബുക്ക്. അപ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ളൊരു റിട്ടേൺ ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവരത് വാങ്ങി വയ്ക്കും. ദാറ്റ്സ് ഓൾ. പക്ഷെ പലപ്പോഴും നമുക്ക് മറവിയുണ്ടല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ സമയമില്ലാത്തതുകൊണ്ടായിരിക്കും റിട്ടേൺ ചെയ്യാതിരുന്നത്. ചില സമയത്ത് നമ്മൾ മനഃപൂർവ്വം സമയമില്ലാത്തതുകൊണ്ട് റിട്ടേൺ ചെയ്യില്ല, ചിലപ്പോൾ നമ്മൾ മറന്നു വെച്ചിട്ടും ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ റിട്ടേൺ ചെയ്യാൻ വരുമ്പോൾ നമ്മളായിട്ട് തന്നെ ചിലപ്പോൾ പറയും. എങ്ങനെയാണ് പറയുക? ഐ ടോട്ടലി ഫോർഗോട്ട് ദാറ്റ് ദീസ് ബുക്സ് ആർ ഡ്യൂ. ഐ ടോട്ടലി ഫോർഗോട്ട് ദാറ്റ് ദീസ് ബുക്സ് ആർ ഡ്യൂ എന്ന് പറയും. അതല്ലെങ്കിൽ പറയും ഐ couldn't turn in the books on time. ടേൺ ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യുക എന്നാണ് കേട്ടോ അർത്ഥം. സോ അല്ലെങ്കിൽ കൊടുക്കുക, ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. സോ നമ്മളെങ്ങനെ പറയും? ഐ couldn't turn in these books on time എന്ന് പറയും അല്ലേ? അപ്പോൾ ഈ 2 റീസൺസും നമുക്ക് ഉണ്ടാവാറുണ്ട് റിട്ടേൺ ചെയ്യാൻ. അപ്പോൾ ഉടനെ തന്നെ നമുക്കൊരു ഫൈൻ കിട്ടും അല്ലേ? അപ്പോൾ നല്ല ആൾക്കാരാണെങ്കിൽ നമ്മൾക്ക് തന്നെ ചോദിക്കാം, ഡു ഐ നീഡ് ടു പേ ലേറ്റ് ഫീസ്? അതായത് ഫൈൻ ഉണ്ടോ എന്നാണ് ആ ചോദിച്ചതിൻ്റെ അർത്ഥം കേട്ടോ. ഇത് റിട്ടേൺ ചെയ്യാൻ വൈകിയുണ്ട് ലേറ്റ് ഫീസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഈ ലേറ്റ് ഫീസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല,
ഫൈൻ ഉണ്ടോയെന്നാണ്. അത് അവർ പറയുന്നതിന് മുമ്പ് നമ്മൾക്ക് തന്നെ പറയാമല്ലേ. അതെങ്ങനെയാണ് ചോദിക്കുക? ഡു ഐ നീഡ് ടു പേ ലേറ്റ് ഫീസ്? അപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയും യെസ്, ഫോർ 1 book you have to pay this much. അങ്ങനെ ഒരു 10-12 ബുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് തിരിച്ചു പോവാം. പക്ഷേ ബിക്കോസ് വി ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻസ്, ലേറ്റ് ഫീസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ. ഓക്കെ, സോ അതാണ് നമ്മൾ ലൈബ്രറി പോയിട്ടുള്ള മെയിൻ പ്രൊസീജിയേഴ്സ്. അതായത് നമ്മൾ ആദ്യം ബുക്ക് എടുക്കുന്നു, പിന്നെ റിട്ടേൺ ചെയ്യാൻ പറഞ്ഞു. ഈ 2 കാര്യത്തിനാണ് നമ്മൾ യൂഷ്വലി വരുന്നത്. പിന്നെ ബുക്ക് ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, വേർ ക്യാൻ ഐ ഫൈൻഡ് ദിസ് ബുക്ക്, അല്ലെങ്കിൽ കുഡ് യു ഹെൽപ്പ് മീ ഫൈൻഡ് ദിസ് ബുക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ 3 കാര്യങ്ങളെ നമ്മൾ യൂഷ്വലി ലൈബ്രറിയിൽ ചെയ്യാറുള്ളൂ. പിന്നെ നോർമൽ ചിറ്റ് ചാറ്റ്സ് ഒക്കെ ഉണ്ടാവും, അത് നമുക്ക് പിന്നീട് വേറൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. സോ അത്രയേ ഉള്ളൂ. ഇനി ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് മാത്രം ആരും ലൈബ്രറി പോയില്ല എന്ന് പറയരുത്. ഇറ്റ്സ് വെരി ഈസി. We should not give up things very easily. Okay, when you have the mind or determination to do certain things, it is possible. So don't forget that. So until we meet next time, bye bye, take care.